നമസ്കാരം. CPM-ലെ നേതാക്കളുടെ കണക്കെടുത്താൽ അഴിമതി നടത്താത്തവർ വളരെ ചുരുക്കം പേരെ കാണുകയുള്ളൂ. പാലോളി മുഹമ്മദ് കുട്ടിയെയോ സുധാകരനെയോ VS അച്യുതാനന്ദനെ പോലെയോ ഒക്കെയുള്ള ഏതാനും ചിലർ മാത്രമാണ് അഴിമതിയുടെ കറ പുരളാത്തവർ. ബാക്കി എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവാണ് സുധാകരൻ. ബെല്ലും ബ്രേക്കുമില്ലാതെ പലപ്പോഴും പലരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുമാത്രമല്ല, ഈ കവിത എഴുതുന്ന ഒരു അസുഖം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോപണമോ ഒന്നും ഇതുവരെ ഉയർന്നിട്ടില്ല. CPM-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒരു പരിധി കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോൾ നേതാക്കളെ അവർ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അവർക്ക് പുല്ലു വില പോലും പിന്നെ കൊടുക്കില്ല. വെറും കറിവേപ്പിലയുടെ ഒരു വില മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത്. അതിന് വിരുദ്ധമായത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രമാണ്. VS അച്യുതാനന്ദൻ, KR ഗൗരിയമ്മ, EP ജയരാജൻ, സുധാകരൻ ഇവരൊക്കെ പാർട്ടിയുടെ ഈ തിരസ്കരണം അനുഭവിച്ചവരാണ്. ഏറ്റവും ഒടുവിലായാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആലപ്പുഴ ജില്ലയിൽ സജി ചെറിയാൻ്റെ കൈപ്പിടിയിലായിരുന്നു പാർട്ടി. H സലാമും R നാസറും ഒക്കെ സജി ചെറിയാൻ്റെ കൂടെ ഒട്ടി നിന്നു. സുധാകരനെ തഴഞ്ഞു. എന്നിട്ട് അദ്ദേഹം പാർട്ടിക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെറിയ ഒരു ദോഷമൊന്നുമല്ല CPM-ന് ചെയ്യുന്നത്. ഈ സുധാകരനെ അനുനയിപ്പിക്കാനായിട്ട് പല നേതാക്കളും ശ്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്ന് പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയൻ പോയി. കൂടെ മരുമകൻ മുഹമ്മദ് റിയാസും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയാണ്. അപ്പോൾ രാവിലെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, പിണറായി വിജയൻ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായി ആലപ്പുഴയിൽ എത്തുമ്പോൾ സുധാകരൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണും, ഒരു അനുനയ ശ്രമം എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷേ പിണറായി വിജയനെ അറിയുന്നവ ഒരാളും അത് വിശ്വസിച്ചിട്ടില്ല. കാരണം ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അവസാന വാക്കായ പിണറായി വിജയനിൽ നിന്ന് അത്തരമൊരു പ്രവൃത്തി തലയ്ക്ക് വെളിവുള്ള ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിലും അതിന് സാധ്യത ഇല്ലാതിരുന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്തെങ്കിലും ഈ ഒരു പിണറായി വിജയൻ പോയി സുധാകരനെ കണ്ട് അനുനയിപ്പിക്കും എന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. ഈ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് സുധാകരൻ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രൗണ്ടിലാണ് പിണറായി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അതിനുശേഷം കാറിൽ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ സുധാകരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയതേയില്ല. തീർച്ചയായും സുധാകരൻ അങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. കാരണം വാ തുറന്നാൽ വിഡ്ഢിത്തം മാത്രം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ MV ഗോവിന്ദൻ പരിഹസിച്ച് ചിരിച്ചതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത്. സുധാകരൻ ഒരു ചെറിയ നേതാവല്ല, അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആയിട്ടുള്ള ആളാണ്. പാർട്ടി ഈ അടിയന്തരാവസ്ഥയുടെ ഒരു വാർഷികം 50-ാം വാർഷികം ആചരിച്ചപ്പോൾ പോലും ആ വേദിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം. പൂർണ്ണമായും തഴഞ്ഞ ഒരവസ്ഥ. അപ്പോഴാണ് എരുതിയിൽ എണ്ണയൊഴിച്ചതുപോലെ MV ഗോവിന്ദൻ്റെ വിട്ടിച്ചിരി കൂടി വന്നത്. അതോടുകൂടി സുധാകരൻ്റെ സകല കൺട്രോളും വിട്ടു. അതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. എന്തായാലും ഈ പിണറായി വിജയൻ വരുന്നതോടുകൂടി ഈ മഞ്ഞുരുകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. സുധാകരൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഈ വൈകിയ വേളയിൽ അദ്ദേഹം ഒരിക്കലും പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നേക്കാം. പക്ഷേ ഇന്ന് സുധാകരനെ പിണറായി വിജയൻ സന്ദർശിക്കുമെന്നുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ അദ്ദേഹവും കണ്ടിട്ടുണ്ടായിരിക്കണം. ഇനി എന്തായാലും തിരിച്ച് വലിഞ്ഞു കയറി പാർട്ടിയിലേക്ക് ചെല്ലാൻ ഒരിക്കലും സുധാകരന് കഴിയില്ല. അദ്ദേഹം അത് ചെയ്യില്ല. പക്ഷേ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സന്ദർശനമൊക്കെ നടത്തി അദ്ദേഹത്തോട് കുശലാന്വേഷണമൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം മാറ്റി ചിന്തിക്കുമായിരുന്നു. കാരണം ഇത്രയും അധികം ഒരു വിഷയമുണ്ടായി നിൽക്കുമ്പോൾ ഇനി പിണറായി വിജയൻ വന്നു ഒന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ള ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ പിണറായി വിജയൻ അത് ചെയ്തില്ല. കാരണം ഇപ്പം മാധ്യമങ്ങളിൽ വാർത്ത വന്നാലോ പിണറായി വിജയൻ സുധാകരൻ്റെ കാല് പിടിച്ചു എന്നൊക്കെയുള്ള വാർത്ത വരുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് അത് സഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. സുധാകരനൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ച ക്രൂരമർദ്ദനത്തിൻ്റെയും അനുജൻ വരിച്ച രക്തസാക്ഷിത്വത്തിൻ്റെയും ഒക്കെ ഫലമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ നിലയിൽ ആയത്. പിണറായി വിജയന് സൗകര്യത്തോടു കൂടി വാഴാൻ കഴിയുന്നതുമൊക്കെ
ഇങ്ങനെ ആയിരക്കണക്കിന് സഖാക്കളുടെ ജീവനും ജീവിതവും ഒക്കെ കുരുതി കൊടുത്തത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് പിണറായി വിജയൻ പണ്ട് തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് ചോര പുരണ്ട ഒരു ഷർട്ടുമായി കുറേ ദിവസമൊക്കെ നടന്നത്. അതൊക്കെയാണ് പന്തം കമ്മികളെടുത്ത് വലിയ രീതിയിൽ പറയുന്നത്. എന്തായാലും അതിലും വലിയ ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ച സഖാക്കൾ ഇവിടെ വേറെയുണ്ട്. എന്തായാലും പിണറായി വിജയൻ നേടിയിട്ടേയുള്ളൂ, ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ ചെന്നു കണ്ട് സംസാരിക്കുന്നത് വലിയ കുറച്ചിലുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം വീണ് പരിക്കേറ്റ് വിശ്രമത്തിലാണ് വീട്ടിൽ കഴിഞ്ഞ കുറേ കാലമായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന സ്ഥിതിക്ക്, അതായത് 1.5 കിലോമീറ്ററേ ഉള്ളൂ, ആ പരിസരത്ത് വന്ന സ്ഥിതിക്ക് പിണറായി വിജയൻ സുധാകരനെ കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ ആ വിഷയം അവിടെ അവസാനിക്കുമായിരുന്നു. ഈ സുധാകരൻ്റെ ഒരു സാന്നിധ്യം ആലപ്പുഴയിലെ പാർട്ടിയിൽ ചെറുതല്ല എന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് എന്തായാലും തെളിയിക്കും. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ചാൽ തന്നെ CPM-ൻ്റെ വലിയൊരു ഭാഗം വോട്ട് അദ്ദേഹത്തിന് തന്നെ കിട്ടും. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയ പിണറായി വിജയന് തൻ്റെ സഹപ്രവർത്തകനായിരുന്ന, തൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്ന, പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് സഖാവായിരുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് അല്പം ഒന്ന് സംസാരിക്കുന്നതിന് ഒരു കുറച്ചിലും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് കുറച്ചിൽ തന്നെയാണ്. കാരണം എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഒഴിവുകഴിവുകൾ പറഞ്ഞാലും 1.5 കിലോമീറ്റർ മാത്രം ഈ സുധാകരൻ്റെ വീടിനടുത്ത് എത്തിയിട്ട് പിണറായി വിജയൻ മടങ്ങിപ്പോകുമ്പോൾ അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം നീ പൊക്കോ, നിന്നെ വേണ്ട എന്നുള്ള ഒരു സുധാകരൻ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ. പക്ഷേ അതിൻ്റെ ഫലം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ജനങ്ങൾ നൽകും എന്ന കാര്യം ഉറപ്പാണ്.